നമസ്കാരം, മണി ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളൊരു പക്ഷേ പലപ്പോഴും കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയുള്ള എന്നാൽ അത്ര പരിചിതമല്ലാത്ത ഡയറക്റ്റ് ടാക്സ് കോഡ് അഥവാ DTCയെ കുറിച്ചാണ്. DTCയെ കുറിച്ച് പറയുന്നതിന് മുൻപ് ഡയറക്റ്റ് ടാക്സ് അല്ലെങ്കിൽ പ്രത്യക്ഷ നികുതി എന്താണെന്ന് നോക്കാം. നമ്മൾ വരുമാനം നേടുമ്പോൾ ആ വരുമാനത്തിന് സർക്കാരിന് നമ്മൾ നികുതി കൊടുക്കണം. ഈ വരുമാനത്തിന്മേൽ നേരിട്ട് കൊടുക്കുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി. ഉദാഹരണത്തിന്, നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ശമ്പളത്തിന് കൊടുക്കുന്ന ആദായ നികുതി, അല്ലെങ്കിൽ ഒരു കമ്പനി ലാഭം നേടുമ്പോൾ കൊടുക്കുന്ന കോർപ്പറേറ്റീവ് നികുതിയൊക്കെ പ്രത്യക്ഷ നികുതികളാണ്. ഇവ പരോക്ഷ നികുതികളിൽ നിന്ന് വ്യത്യസ്തമാണ്. പരോക്ഷ നികുതികൾ നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോഴോ സേവനങ്ങൾ ഉപയോഗിക്കുമ്പോഴോ കൊടുക്കുന്ന നികുതികളാണ്. GST ഇതിന് ഉദാഹരണമാണ്. ഇനി എന്താണ് ഈ ഡയറക്റ്റ് ടാക്സ് കോഡ് എന്ന് നോക്കാം. നിലവിലുള്ള പ്രത്യക്ഷ നികുതി നിയമങ്ങളെ ലളിതമാക്കാനും പരിഷ്കരിക്കാനും വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഒരു പുതിയ നിയമമാണ് DTC. ഇതൊരു നിർദ്ദേശം മാത്രമാണ്, ഇതുവരെ നിയമമായിട്ടില്ല. എന്തിനാണ് ഈ DTC കൊണ്ടുവരുന്നത് എന്ന് നോക്കാം. നിലവിലുള്ള പ്രത്യക്ഷ നികുതി നിയമങ്ങൾ വളരെ സങ്കീർണമാണ്. സാധാരണക്കാർക്കും ചെറിയ ബിസിനസ്സുകാർക്കുമൊക്കെ ഇത് മനസ്സിലാക്കാനും പാലിക്കാനും ബുദ്ധിമുട്ടാണ്. DTC നിയമങ്ങൾ ലളിതമാക്കി നികുതി അടയ്ക്കുന്നത് എളുപ്പമാക്കാൻ ലക്ഷ്യമിടുന്നു. നികുതി സമ്പ്രദായം കൂടുതൽ സുതാര്യമാക്കുക എന്നതാണ് മറ്റൊരു ലക്ഷ്യം. നിയമങ്ങൾ വ്യക്തമാകുമ്പോൾ ആർക്കും സംശയങ്ങളില്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കാം. നികുതി പിരിവ് കൂടുതൽ കാര്യക്ഷമമാക്കാനും നികുതി വെട്ടിപ്പ് കുറയ്ക്കാനും DTC സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ ആളുകളെ നികുതിയുടെ പരിധിയിൽ കൊണ്ടുവന്ന് രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തിപ്പെടുത്താനും DTC ലക്ഷ്യമിടുന്നു. DTC നിയമമായാൽ എന്തൊക്കെ മാറ്റങ്ങൾ വരാമെന്ന് നോക്കാം. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ സാധ്യതകളാണ്. കാരണം അന്തിമ നിയമം വരുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവാം. വ്യക്തിഗത ആദായ നികുതിയുടെയും കോർപ്പറേറ്റ് നികുതിയുടെയും നിരക്കുകളിൽ മാറ്റങ്ങൾ വരാം. ചിലപ്പോൾ നികുതി നിരക്കുകൾ കുറഞ്ഞേക്കാം, അല്ലെങ്കിൽ നികുതി സ്ലാബുകളിൽ മാറ്റങ്ങൾ വന്നേക്കാം. നികുതി ഇളവുകളും കിഴിവുകളും ലളിതമാക്കാനും ചിലത് ഒഴിവാക്കാനും സാധ്യതയുണ്ട്. ഇപ്പോൾ പലതരം ഇളവുകളുണ്ട്. ഇത് കുറച്ച് ലളിതമായേക്കാം. കോർപ്പറേറ്റീവ് നികുതി നിരക്കുകൾ കുറയ്ക്കാനും അന്താരാഷ്ട്ര നികുതി നിയമങ്ങളിൽ മാറ്റം കൊണ്ടുവരാനും സാധ്യതയുണ്ട്. DTC ഇപ്പോഴും ഒരു നിർദ്ദേശമായി തുടരുകയാണ്. ഗവൺമെന്റ് ഇത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇത് നിയമമാവണമെങ്കിൽ പാർലമെന്റിൽ പാസ്സാകണം. അതുകൊണ്ട് DTC നിയമം എപ്പോൾ വരും, എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് ഇപ്പോൾ കൃത്യമായി പറയാൻ കഴിയില്ല. ചുരുക്കത്തിൽ ഡയറക്റ്റ് ടാക്സ് കോഡ് എന്നത് നിലവിലുള്ള പ്രത്യക്ഷ നികുതി നിയമങ്ങളെ ലളിതമാക്കാനും സുതാര്യമാക്കാനും കാര്യക്ഷമമാക്കാനും വേണ്ടി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഒരു പുതിയ നിയമ സംഹിതയാണ്. ഇത് നിയമമായാൽ നികുതി സമ്പ്രദായത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് അടിസ്ഥാന വിവരം മാത്രം പങ്കുവയ്ക്കുകയാണ് ഞാനിവിടെ ചെയ്തത്. കൂടുതൽ വിവരം അറിയണമെങ്കിൽ ഗവൺമെന്റ് വെബ്സൈറ്റുകളോ സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായങ്ങളോ പിന്തുടരുക.